നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൌത്യമായ ചന്ദ്രയാൻ 3 ഉച്ചകഴിഞ്ഞ് വിക്ഷേപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് ദേശീയ ദിനമായ ഇന്ന് പാരീസിൽ ബാസ്റ്റിൽ ദിന പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. യുക്രൈനും ഒരുപോലെ സ്വീകാര്യമായ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടേത്. ശിബിരയ്ക്ക് അങ്ങനെ അഭയം തേടി എത്തിയതാണ് ഉമ്മയും ബാപ്പയും താമസിക്കുന്ന ഈ വീട്ടിലേക്ക്. ആ പെൺകുട്ടി കാലം മാറിയ മാറ്റം നോക്കണേ. ഏത് ചാനൽ തുറന്നാലും ഇപ്പൊ കൊലവിളിയൊക്കെ തന്നെ. എന്താ ചെയ്യാ? നാണിയേ, നാണി, നാണിയേ, നീ ഇത് കാണുന്നില്ലേ? ഓരോ വാർത്തയിലും എന്തൊക്കെയാ കാണുന്ന? കുത്തും കൊലയും കൊലവിളിയും. എന്താ നമ്മുടെ നാട് ഇങ്ങനെ? കുട്ടികളിലെ ലഹരി ഉപയോഗം കണ്ടെത്താൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ ദന്ത പരിശോധന. എന്താ അവസ്ഥ? അതൊക്കെ ഒരു കാലം. ഇനി എപ്പോഴാ നമ്മുടെ സ്കൂളിലേക്ക് ഒന്ന് പോവാൻ സാധിക്കുക? എത്ര കാലായി. ശരത് ശശിയുടെ തിരുവനന്തപുരത്ത് നിന്ന് ഇവരിലേക്കൊക്കെ വരാം. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകളുമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. ശരത്ത്, വളരെ പ്രധാനപ്പെട്ട എന്തോ കാര്യം പ്രേക്ഷകരോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. വെരി ഗുഡ് മോർണിംഗ് അരുൺ. വെരി ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് ശരത്ത് ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്? ഞാൻ ശ്രീജിത്തിലേക്ക് വരാം, മറ്റ് ആളുകളിലേക്കും എത്താം. അതിനു മുമ്പ് ശരത്ത് നിൽക്കുന്ന വാർത്ത എന്താണ് എന്നൊന്ന് പറഞ്ഞോളൂ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരോട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കാഞ്ഞോട് LP സ്കൂളിലേക്കാണ്. പാഠ്യേതര വിഷയങ്ങളിൽ വളരെ മികവാർന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നമ്മുടെ കാഞ്ഞിരോട് LP സ്കൂളിന്റെ വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. 23ാം വാർഷികാഘോഷം നടക്കുന്ന ഈ കാഞ്ഞിരോട് LP സ്കൂളിലെ പ്രവർത്തനങ്ങളും നേർക്കാഴ്ചകളും നമുക്ക് നേരിൽ കാണാം. Good morning, Shana teacher. Good morning. Please sit. Thank you. അപ്പോൾ ടീച്ചറെ, വളരെ വിപുലമായ വാർഷിക പരിപാടികളാണ് നടത്താൻ തീരുമാനിച്ചത് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് പരിപാടികൾ? 2024-25 അധ്യയന വർഷത്തെ നമ്മുടെ വാർഷികം ഏപ്രിൽ 3-ാം തീയതിയാണ് നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങുന്ന പരിപാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, രക്ഷിതാക്കളുടെ പരിപാടികൾ എന്നിവയാണ് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും SSG അംഗങ്ങളുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 123ാമത് വാർഷികാഘോഷമാണ്. അപ്പോൾ അതിനുവേണ്ടി കുട്ടികളും അധ്യാപകരും ഒക്കെ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അപ്പോൾ മികച്ച രീതിയിൽ തന്നെ നടത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പരിപാടിയിലേക്ക് വരിക. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു ടീച്ചറെ, എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മുടെ കാഞ്ഞോട് LP സ്കൂളിലെ നമ്മുടെ HM-നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. വളരെ വിപുലമായ രീതിയിൽ തന്നെ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാഞ്ഞോട് LP സ്കൂളിൽ നിന്നും ക്യാമറാമാൻ ജ്യോതിഷിനൊപ്പം ശരത്. നമ്മുടെ വയലൂർ സ്കൂളിന്റെ വാർഷികല്ലേ ഇപ്പൊ കാണിച്ചേ? പ്രവർത്തനങ്ങൾ നടത്തുന്ന MDMA എന്തോ ആട്ട്. എന്നാലും ഇതെല്ലാം കണ്ടിട്ടു നമ്മളെ ഈ വയലൂർ സ്കൂളിന്റെ കാര്യം കേൾക്കുമ്പോ അതൊക്കെ ഒരു ആശ്വാസമായല്ലോ. ഞാനിപ്പോ പെട്ടെന്ന് ചാനൽ മാറ്റുമ്പോ കണ്ടേ.
എപ്പ വാർഷിക വയൽ സ്കൂള്? ഏപ്രിൽ 3-ാം തീയതി. നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോണം. തീർച്ചയായും പോണം. അവര് കാണട്ടെ എന്താ വാർഷികവും എന്താന്ന് ആഘോഷവും. ഇപ്പോഴത്തെ തലമുറക്ക് എന്താ അറിയാനാ വാർഷികത്തെ പറ്റിയിട്ട്. ആഘോഷമൊക്കെ കുട്ടികളെ കണ്ടു പഠിക്കട്ടെ. എല്ലാരും ഇപ്പൊ ഫോണിൽ തോണ്ടുന്ന തിരക്കിലല്ലേ. എല്ലാരും കാണട്ടെ നമ്മുടെ വാർഷികവും പരിപാടിയും ഒക്കെ. നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടാവും. എല്ലാരും കാണാം. പണ്ടുള്ള നാട്ടുകാരെല്ലാം കാണാലോ. അതെ. ഏപ്രിൽ 3 ആയാ മതിയായിരുന്നു. അപ്പൊ നമ്മളെ ഗോപാലൻ നാണയച്ചും ഓൺ ദ വേ ആണ്. അപ്പൊ നിങ്ങളോ? അപ്പൊ ഏത് വൈബ്? അപ്പോ വാർഷിക വൈബ്.